പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റിൽ വരുന്ന ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെ ആക്ടിവിറ്റീസും പഠിക്കാം. ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവരി വൺ? പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രാജയുടെ ഗ്രാൻഡ് ഫാദർ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണെന്ന്? അങ്ങനെയെങ്കിൽ പാഠഭാഗത്തിൽ നിന്നും അതിനെ പറ്റിയ സെൻറ്റൻസ് കണ്ടെത്തി എഴുതുക. ആൻസർ: യെസ്, രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവരി വൺ ബിക്കോസ് ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. ആ ഗ്രാമത്തിലെ എല്ലാവരും രാജായുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വരാറുണ്ട് ഉപദേശങ്ങൾക്കും സഹായങ്ങൾക്കുമായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വി സോ മെനി തിങ്സ് എറൗണ്ട് രാജാസ് ഹൗസ്, ലിസ്റ്റ് ദം ഔട്ട്. ആൻസേഴ്സ്: കോക്കനട്ട് ട്രീ അവിടെ തന്നിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ്? മാംഗോ ട്രീ, ഗാർഡൻ, ഗ്രൂവ്. നെക്സ്റ്റ്: വാട്ട് ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്? രാജയുടെ ജീവിതത്തിൽ കൂടുതൽ കളർഫുള്ളായത് എന്തുകൊണ്ടാണ്? ഹിസ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, വാച്ചിങ് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ, റണ്ണിങ് ആഫ്റ്റർ മംഗൂസസ്, catching butterflies, etc. Next, what was the reaction of the grandfather when he was soaked in the shower? ഗ്രാൻഡ്ഫാദറിനെ മഴയിൽ നനച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഗ്രാൻഡ്ഫാദർ turned to രാജ വിത്ത് എ ആംഗ്രി ലുക്ക്. രാജയെ ഗ്രാൻഡ്ഫാദർ ദേഷ്യത്തോടെ നോക്കി. വാട്ട് ഡിഡ് രാജ സെലക്ട് ദ ലോഫ്റ്റ് ഇൻ ദ cowshed ആസ് ഹിസ് ഹൈഡിങ് പ്ലേസ്? എന്തുകൊണ്ടാണ് രാജ cowshed തനിക്ക് ഒളിക്കാനായി കണ്ടുപിടിച്ചത്? ആൻസർ: ബിക്കോസ് രാജ ലൈക്ഡ് ടു ഹൈഡ് ഇൻ എ പ്ലേസ് ക്ലോസർ ടു ഹിസ് ഹൗസ്. തൻ്റെ വീടിനോട് അടുത്ത് ഒളിക്കാനുള്ള സ്ഥലം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രാൻഡ് മദർ ഫെൽറ്റ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. ഡു യു സപ്പോർട്ട് ദ ഗ്രാൻഡ് മദർ? വൈ? ഗ്രാൻഡ് ഫാദർ വാസ് വെരി ആംഗ്രി വെൻ ദ ബോയ് ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ. ദർ വാസ് എ ഹെവി shower on both of them. Raja ran towards the paddy fields, hid there. Grandfather shouted that he would teach him a lesson when he reached at home. Grandmother believed that the boy frightened and go away from there. Why did grandfather lose his temper? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ദേഷ്യത്തോടെ ആയത്? ദ ന്യൂസ് അബൌട്ട് ദ മിസ്സിംഗ് ഓഫ് രാജ സ്പ്രെഡ്സ് എവരിവെയർ. റിലേറ്റീവ്സ് ആൻഡ് അതേഴ്സ് മെയ്ഡ് ദിസ് എ ബിഗ് ഇഷ്യൂ. ദാറ്റ് ഈസ് വൈ ഗ്രാൻഡ് ഫാദർ ലോസ്റ്റ് ഹിസ് ടെമ്പർ. രാജ മിസ്സിംഗ് ആണെന്ന കാര്യം എല്ലായിടത്തും അറിഞ്ഞു. റിലേറ്റീവ്സും മറ്റുള്ളവരും എല്ലാം അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി. അതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിന് ദേഷ്യം പിടിച്ചത്. Where might be people have searched for Raja? Why couldn't they find him? ആളുകൾ എല്ലായിടത്തും രാജയെ തിരഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് രാജയെ അവർക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞത്? The people searched Raja in the fields, bushes and neighbors' houses, etc. He was hiding on the loft of the cowshed of his house, so they couldn't find him. ആളുകൾ രാജയെ കുറ്റിക്കാട്ടിലും അടുത്തുള്ള വീടുകളിലും എല്ലാം അന്വേഷിച്ചു. പക്ഷേ രാജ ഒളിച്ചു നിന്നത് കൗഷഡിലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കണ്ടെത്താൻ സാധിക്കാഞ്ഞത്. ഐ വാണ്ടഡ് ടു കം ഔട്ട്. വാട്ട് പ്രിവെൻറ്റഡ് രാജ ഫ്രം കമ്മിങ് ഔട്ട്? രാജയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് രാജ വരാതിരുന്നത്? The fear of being beaten by grandfather prevented Raja from coming out. തൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെ അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് രാജ പുറത്തു വരായിരുന്നത്.
വാട്ട് വുഡ് രാജ സേ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ വെൻ ഹീ റിട്ടേൺഡ് ഹോം? വീട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഗ്രാൻഡ് ഫാദറിനോട് പറയണം എന്നാണ് രാജ വിചാരിച്ചത്. രാജ വുഡ് സേ സോറി ടു ഗ്രാൻഡ് ഫാദർ വെൻ ഹീ റിട്ടേൺഡ് ടു ഹോം. ഗ്രാൻഡ് ഫാദറിനോട് സോറി പറയണമെന്നാണ് രാജ ആഗ്രഹിച്ചത്. പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി വിച്ച് ഷോ ഗ്രാൻഡ് മദേഴ്സ് ലവ് ഫോർ രാജ. ഗ്രാൻഡ് മദേഴ്സിൻ്റെ സ്നേഹം കാണിക്കുന്ന വരികൾ എഴുതുക. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. ഷീ ടുക്ക് ഗ്രേറ്റ് കെയർ ഓഫ് ദി ബോയ്. ഷീ വുഡ് ഫോളോ ഹിം ലൈക്ക് എ ഷാഡോ, saying, drink your milk, eat your food, have your bath, go to bed. Raja loved his grandmother very much. Raja loves both grandmother and grandfather, but they are somehow different. Compare the characters of grandmother and grandfather. രാജ ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. അവരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസം കണ്ടെത്തുക. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. ഷീ ടുക്ക് ഗ്രേറ്റ് കെയർ ഓഫ് രാജ. ഗ്രാൻഡ് മദർ വളരെ ലവിങ് ആയിരുന്നു. അവർ രാജയെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു, വളരെയധികം കെയർ ചെയ്തിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് എ സ്ട്രിക്റ്റ് മാൻ ആൻഡ് ഹീ നെവർ ലൈക്ക്ഡ് the other children coming to his house to play with രാജ. ഗ്രാൻഡ് ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. രാജ ഹിഡ് ഇൻ ദ cowshed for a long time. Was it right to do so? Write your voice in a sentence. ഇത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ. When Raja hid in the cowshed for a long time, his grandparents worried about him, and at last they both lost their hopes to find him. So it was not a right thing. അവൻ്റെ ഗ്രാൻഡ് പാരൻസ് വളരെയധികം വിഷമിച്ചു. അതുകൊണ്ട് ഇതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 1. രാജയുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെക്കുറിച്ചിട്ടാണ്. ഇവിടെ ഗ്രാൻഡ് ഫാദർ ടോളായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. രാജ നോട്ടിയായിരുന്നു, അങ്കിൾ ഫ്രണ്ട്ലി ആയിരുന്നു. ഗ്രാൻഡ് മദർ ലവിങ് ആൻഡ് കെയറിങ് ആയിരുന്നു. രാജാസ് ഹോമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ബേഡ്സ് ആൻഡ് ആനിമൽസ് ഉണ്ടായിരുന്നു, റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു, കൗഷെഡ് ഉണ്ടായിരുന്നു, ട്രീസ് ഗാർഡൻസ് ഉണ്ടായിരുന്നു, മെനി താങ്ക്സ്. ഇതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? മൈസെൽഫ്, നിങ്ങളും, ഫാദർ, മദർ, ഗ്രാൻഡ് മദർ, ബ്രദർ. ഫാദർ എങ്ങനെയുള്ള ആളാണ്? സ്ട്രിക്റ്റ്, മദർ ലവിങ്, ഗ്രാൻഡ് മദർ ലവിങ്, ബ്രദർ നോട്ടി. ഇനി മൈ ഹോം. വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഗാർഡൻ, കൗഷെഡ്, പെറ്റ് ഡോഗ്. യൂസിങ് ദ ഹിൻസ് ഫ്രം ദ കൺസെപ്റ്റ് മാപ്സ് യു ഹാവ് പ്രിപ്പയർഡ്, റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. നിങ്ങൾ വരച്ച ഈ മാപ്പിൽ നിന്നും ഒരു ചെറു വിവരണം തയ്യാറാക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചിട്ടും നിങ്ങളുടെ വീട്ടിലുള്ളവയെക്കുറിച്ചിട്ടും. മൈ ഫാമിലി ഈസ് എ ലവിങ് ഫാമിലി. ഐ ലിവ് വിത്ത് മൈ ഫാദർ, മദർ, ബ്രദർ ആൻഡ് ഗ്രാൻഡ് മദർ. മൈ ഫാദർ ഈസ് വെരി സ്ട്രിക്റ്റ്, ബട്ട് ഹീ ലവ്സ് us very much. My mother is very loving. My brother is 5 years old. He is naughty. My grandmother is very loving. ഇനി മൈ ഹോമിൻ്റെ വിവരണം. There is a beautiful garden in front of my home. I have a pet dog. I like him very much. We have 2 cows in our cow shed.